ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു നാച്ചുറൽ റെമഡി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. ഞാൻ ഇന്നത്തെ ഒരു ഫേഷ്യലാണ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. ഈ ഫേഷ്യലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു ഫേഷ്യൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പാർലറിൽ പോയി ചെയ്യുന്ന ഫേഷ്യൽ ഉണ്ടല്ലോ, ആ ഫേഷ്യലിനേക്കാൾ 2-3 മടങ്ങ് ഇരട്ടി റിസൾട്ട് തരുന്ന ഒരു ഫേഷ്യലാണ് കേട്ടോ ഇത്. എൻ്റെ ചാനലിൽ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടപ്പോൾ വന്നിരുന്നൊരു കമൻ്റ് ആയിരുന്നു. എനിക്ക് ആ കമൻറ്റ് ചെയ്ത കുട്ടിയുടെ പേര് ഐശ്വര്യ എന്നെങ്ങാണ്ടാണ്. ഐശ്വര്യ എസ് എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്. ആ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ടാൻ പോവാനായിട്ടുള്ള ഒരു സൊല്യൂഷൻ പറഞ്ഞു തരുമെന്നുള്ളത്. അപ്പോൾ ആ കുട്ടിക്കും കൂടി വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. എന്ന് വെച്ചാൽ ആള് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് ചെയ്ത് നോക്കാൻ നല്ല റിസൾട്ട് കിട്ടും. ഇത് ഡെയിലി ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പം അങ്ങനെ ഒരു ഫേസ് പാക്ക് ഒന്നും ഇടാണ്ട് നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴാണ് കൂടുതൽ ടാനിങ് വരാട്ടോ. അപ്പം നമ്മൾ ഈ ഒരു ഫേഷ്യൽ ചെയ്യണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടാൻ ഉണ്ടല്ലോ, അത്രയും നാളത്തെ ടാൻ, അതായത് നമ്മൾ കുറേ നാളിങ്ങനെ കരിവാളിച്ച് മുഖം വെയിൽ കൊണ്ട് കരിവാളിച്ചിട്ട് ആ ടാൻ മൊത്തത്തിൽ ഒറ്റ യൂസിൽ തന്നെ നല്ലോണം മാറ്റാൻ പറ്റും. അങ്ങനത്തെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. പിന്നെ നിങ്ങൾക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് ഫേഷ്യലൊന്നും ചെയ്യാൻ, പാർലറിൽ പോയി ഫേഷ്യലൊന്നും ചെയ്യാൻ നിങ്ങൾക്ക് ഇല്ലാത്തവരാണെങ്കിൽ എന്തായാലും ഇത് ചെയ്ത് നോക്കട്ടെ. പാർലറിൽ പോകേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ ഈ ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ ആയിട്ടും ബ്രൈറ്റൻ ആയിട്ടും ഇരിക്കട്ടെ, നല്ല വൈറ്റൻ ആയിട്ട് തന്നെ ഇരിക്കും നമ്മുടെ ഫേസ്. എല്ലാം നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇതിന് വരുന്നത് 3 സ്റ്റെപ്പാണ്. ഈ 3 സ്റ്റെപ്പും കറക്റ്റായിട്ട് ചെയ്താലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ എല്ലാം ഞാൻ പറയുന്ന പോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ളത് ക്ലെൻസിങ് ആണ് കേട്ടോ. അപ്പോൾ ക്ലെൻസിങ്ങിന് നമ്മൾ എടുത്തിരിക്കുന്നത് പാലാണ്. പാല് നാച്ചുറൽ ക്ലെൻസറാണെന്ന് അറിയാലോ, അതുകൊണ്ട് പാലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പാല് നമ്മുടെ ഡീപ്ലി ക്ലെൻസ് ചെയ്യും. നമ്മുടെ പോസിലൊക്കെയുള്ള അഴുക്കൊക്കെ മാറ്റാൻ പാല് നല്ലതാണ്. അതേപോലെ സ്കിൻ മോയ്സ്ചറൈസ്ഡ് ആക്കിയിരിക്കാനും എല്ലാ സ്കിൻ ടോണിനും സ്കിൻ ടൈപ്പിനും നല്ലതാണ് പാല്. അത് കഴിഞ്ഞ് നമ്മൾ എടുത്തിരിക്കുന്നത് മഞ്ഞളാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സാധാ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എൻ്റെ സ്കിന്നിന് മഞ്ഞൾ അത്രയ്ക്ക് സ്യൂട്ടല്ല. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇട്ടാൽ കുഴപ്പമില്ല കേട്ടോ. പക്ഷേ എല്ലാ ദിവസവും ഒന്നും ഇടാൻ മഞ്ഞൾ എനിക്ക് ഒട്ടും പറ്റാറില്ല. അതുകൊണ്ട് ഞാൻ മഞ്ഞൾപ്പൊടി അങ്ങനെ വാങ്ങിച്ചും വെക്കാറില്ല. അതുകൊണ്ട് ഞാൻ സാധാ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വൈറ്റ് ടർമറിക് പൗഡർ അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞൾ ഉണ്ടെങ്കിൽ അത് ഇടാം കേട്ടോ. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. എന്നിട്ട് ഈ മഞ്ഞളും പാലും കൂടി നല്ലോണം ചൂടാക്കാം കേട്ടോ. ഇതേപോലെ നല്ലോണം ചൂടാക്കി എടുക്കുക. എന്നിട്ട് ഒരു ക്രീമി ടെക്സ്ചറിലാവണം കേട്ടോ. അത് ഇതേപോലെ നല്ലൊരു ക്രീമി ടെക്സ്ചറിലാവണം. 1-2 മിനിറ്റ് ആകുമ്പോഴേക്കും ഇതേപോലെ നല്ല ക്രീമി ടെക്സ്ചറിൽ കിട്ടും കേട്ടോ. ഇതെന്തിനാണ് ഇങ്ങനെ ചൂടാക്കണമെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഫേസിൽ ഇടുന്നേക്കാൾ കൂടുതൽ 2 ഇരട്ടി റിസൾട്ട് നമുക്ക് ഇതേപോലെ ചൂടാക്കി കഴിഞ്ഞാൽ കിട്ടും. അങ്ങനെ ചൂടാക്കി ഇടാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ, നല്ല റിസൾട്ട് കിട്ടും. നമ്മുടെ സ്കിന്നിൽ നല്ലോണം കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് മുന്നേ നമ്മൾ ഒന്ന് കടലമാവ്, ഞാൻ കടലമാവാണ് യൂസ് ചെയ്യാറ്. ഞാൻ കടലമാവും കൊണ്ട് ഒന്ന് ഫേസ് നല്ലോണം വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലോണം കഴുകുക കേട്ടോ. അപ്പോൾ നിങ്ങൾ വല്ല ഫേസ് വാഷാണ് യൂസ് ചെയ്യണമെങ്കിൽ നല്ലോണം മുഖം കഴുകിയിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. സ്കിന്നിൽ നല്ല കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫേസിൽ മസാജ് ഒന്നും ചെയ്യേണ്ട കേട്ടോ. ഇങ്ങനെ തന്നെ ഒരു 10 മിനിറ്റ് ലീവ് ചെയ്തേക്കാം. അപ്പോൾ ഇത്രയും മതി. സ്കിൻ നല്ലോണം വൈറ്റൻ ആവാനും സ്കിൻ പെട്ടെന്ന് തന്നെ ബ്രൈറ്റൻ ആവാനും അതേപോലെ ടാനിങ് മാറി പിഗ്മെന്റേഷനൊക്കെ മാറാൻ ഇത് നല്ലതാണ് കേട്ടോ. പിന്നെ ഈ മഞ്ഞൾ നിങ്ങളുടെ സ്കിന്നിന് ഒട്ടും സ്യൂട്ട് ആവാത്തവരാണെങ്കിൽ നിങ്ങൾ റാഗിപ്പൊടി എടുത്താൽ മതി കേട്ടോ. റാഗിപ്പൊടി ഇതേപോലെ പാലിലിട്ട് കലക്കിയിട്ട് ഒന്ന് കുറുക്കി എടുക്കുക. ഒരു 2 മിനിറ്റ് ആകുമ്പോഴേക്കും നല്ലോണം കുറുകി വരും. എന്നിട്ട് അത് ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി. നല്ലോണം വൈറ്റൻ ആവും കേട്ടോ സ്കിൻ. അപ്പോൾ ഇതേ ഒരു 10 മിനിറ്റ് വെച്ചപ്പോൾ തന്നെ നല്ലോണം എൻ്റെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ കുറച്ച് വെള്ളം നനച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മസാജ് കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ കഴുകി കളയണേ. നിങ്ങളുടെ സ്കിന്നിന് ഈ മഞ്ഞൾ സ്യൂട്ട് ആവുന്നവരാണെങ്കിൽ ഇതേപോലെ ഡെയിലി ഒന്ന് ചെയ്ത് നോക്കാട്ടോ. സ്കിൻ നല്ലോണം ബ്രൈറ്റൻ ആവും. അതേപോലെ പിഗ്മെന്റേഷനും കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറും കേട്ടോ. അപ്പോൾ എൻ്റെ കൈയുടെ വ്യത്യാസം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രമാത്രം റിസൾട്ട് നമുക്ക് ഇതിന് കിട്ടിയിട്ടുണ്ടെന്ന്. ഗ്ലോ സ്ക്രബ് ഇടാം കേട്ടോ. അതിന് മുന്നേ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് കണ്ടിട്ട് വേണം. അപ്പോൾ നമ്മുടെ ഈ ഗ്ലോ സ്ക്രബ് എന്തിനാണ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ടാൻ ഒറ്റയടിക്ക് മാറാനായിട്ടാണ്. അപ്പോൾ അതിന് വേണ്ട ഒരു മിറാക്കിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ പൊട്ടറ്റോ. അപ്പോൾ ഞാൻ ഈ പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത്. ടാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് ഈ പൊട്ടറ്റോ അല്ലെങ്കിൽ തൈരായിരിക്കില്ല. എന്താണെന്ന് വെച്ചാൽ ഈ 2 സാധനങ്ങളാണ് ഫേസിലെ കരിവാളിപ്പ് മാറാൻ അടിപൊളിയായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ പൊട്ടറ്റോ എടുത്തിട്ട് നല്ലോണം ജ്യൂസ് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം സ്ട്രെയിൻ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ജ്യൂസ് മാത്രം മതി, അത് സ്ട്രെയിൻ ചെയ്തെടുക്കുക. എന്നിട്ട് രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഞാൻ ഇട്ടിരിക്കുന്നത് ഓട്സിൻ്റെ പൊടിയാണ്. 2 ടീസ്പൂൺ ഓട്സിൻ്റെ പൊടി ഇടാം. ഓട്സിൻ്റെ പൊടി ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, അരിപ്പൊടി ഉണ്ടല്ലോ, ഈ തരിയുള്ള അരിപ്പൊടി എടുക്കണമെന്നുള്ളൂ. തരിയുള്ള അരിപ്പൊടി എടുക്കുക. എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു സ്ക്രബിങ് എഫക്റ്റ് വേണമല്ലോ, അതിനാണ്. അപ്പോൾ നമ്മുടെ സ്ക്രബ് തയ്യാറായിട്ടുണ്ട്. പിന്നെ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ പൊട്ടറ്റോ ജ്യൂസ് എടുക്കുമ്പോൾ അപ്പം തന്നെ ഫേസിൽ ഇടാൻ ശ്രമിക്കുക കേട്ടോ. കുറേ നേരം വെച്ചേക്കരുത്. ഉരുളക്കിഴങ്ങ് അരച്ച് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അതിൻ്റെ കളർ
ചേഞ്ച് ചെയ്യണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ? അങ്ങനെ കളർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു കാര്യമില്ല കേട്ടോ, അതിൻ്റെ എൻസൈംസ് നശിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അതിൻ്റെ കളർ ചേഞ്ച് ആവുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫേസിലിട്ടിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടുകയും ചെയ്യില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ജ്യൂസ് അടിച്ചാൽ അപ്പം തന്നെ നമ്മൾ ഫേസിലിടാൻ ശ്രമിക്കുക കേട്ടോ, കുറേ നേരമൊന്നും വെച്ചേക്കരുത്. അപ്പം ഞാനിത് മുഖത്ത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡെഡ് സ്കിൻ അക്യുമുലേറ്റ് ചെയ്യുന്ന എല്ലാ സ്ഥലത്തും മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതായത് നമ്മുടെ മൂക്കിൻ്റെ സൈഡിൽ, ചീക്സിൽ, ചിന്നിൽ, ഫോർഹെഡിൽ ഒക്കെ നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് അങ്ങനെ ഹാർഷായിട്ട് മസാജ് ചെയ്യരുത്, പതിയെ വേണം മസാജ് ചെയ്യാൻ. പിന്നെ കഴുത്തിലുണ്ടാവുന്ന കറുത്ത പാട്, ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറാൻ നല്ലതാണ്. ഉരുളക്കിഴങ്ങ് എല്ലാ ദിവസവും ഉരുളക്കിഴങ്ങ് വെറുതെ ഒന്ന് അപ്ലൈ ചെയ്താലും നമ്മുടെ കഴുത്തിൻ്റെ കറുപ്പ് മാറും കേട്ടോ. അപ്പോൾ ഞാനിവിടെ സൈഡിലും മൂക്കിലും ഒക്കെ നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് നേരം മസാജ് ചെയ്താൽ മതി. എന്നിട്ട് അപ്പോൾ തന്നെ കഴുകി കളയരുത്, ഒരു 10 മിനിറ്റ് നേരം വെച്ചിട്ട് വേണം കഴുകി കളയാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് നല്ലോണം ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസിൽ വാഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ 2 സ്റ്റെപ്പ് കഴിയുമ്പോഴേക്കും തന്നെ സ്കിൻ നല്ലോണം ബേബി സോഫ്റ്റ് ആവും, അതേപോലെ തന്നെ നല്ലോണം ബ്രൈറ്റനും കൂടി ആവും കേട്ടോ. ഇനി അടുത്തത് നമുക്ക് നേരെ 3rd സ്റ്റെപ്പിലേക്ക് കിടക്കാം. 3rd സ്റ്റെപ്പ് സ്കിൻ വൈറ്റനിങ് ഫേസ് പാക്ക് ആണ്. അതിന് നമുക്ക് ആകെ 3 ഇൻഗ്രീഡിയൻസ് മതി. അതാണ് ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ളത് എഗ് വൈറ്റ് ആണ്. എഗ് വൈറ്റ് വേണം. അപ്പോൾ ഞാൻ ഒരാൾക്ക് യൂസ് ചെയ്യണോണ്ട് ഞാൻ ഒരു എഗ് വൈറ്റ് ആണ് എടുത്തിരിക്കുന്നത്. 2 പേരുണ്ടെങ്കിൽ 2 എഗ് വൈറ്റ് എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേറൊരു സ്റ്റെപ്പ് കൂടി ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ് കുറച്ച് ക്വാണ്ടിറ്റി എടുക്കണമെന്ന് പറയുന്നത്. അതിനുശേഷം ഞാൻ എടുത്തിരിക്കുന്നത് ലെമൺ ആണ്. ഒരു അരമുറി നാരങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് തന്നെ എടുക്കാൻ ശ്രമിക്കുക, എന്നാലാണ് കുറച്ചും കൂടി നല്ലൊരു എഫക്റ്റ് കിട്ടുള്ളൂ. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറിനാണ് കുറച്ച് നല്ല എഫക്റ്റ് കിട്ടുക കേട്ടോ. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്യുക. ഇനിയൊരു സ്റ്റെപ്പും കൂടി ഉണ്ട്. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തില്ലേ, അതേപോലെ തന്നെ നല്ലോണം ചൂടാക്കി എടുക്കണം. ചൂടാക്കി എടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. ഞാൻ പണ്ട് ചെയ്തിരുന്നതാണിത്. ഞാൻ കോളേജിൽ പഠിക്കുന്ന ടൈമിലൊക്കെ ഇങ്ങനെ ചൂടാക്കി ഫേസിൽ അപ്ലൈ ചെയ്യാറുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ കരിവാളിപ്പ് പോകും കേട്ടോ. അത്രയ്ക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് ഇത്. മുട്ട ചൂടാക്കുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, ഓവറായിട്ട് കുക്കാവരുത്. എഗ് ആയതുകൊണ്ട് പെട്ടെന്ന് കുക്കായി പോകും കേട്ടോ. അതുകൊണ്ട് ഒരു 1/2 സെക്കൻഡ് മാക്സിമം കേട്ടോ, അത്രയും കുക്കായാൽ മതി. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്ന കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടെ. അതെ, ഞാൻ നല്ലോണം ഒന്ന് സ്പൂണും കൊണ്ട് നല്ലോണം ഉടച്ച് കൊടുക്കുന്നുണ്ട് ഈ കട്ടകളൊക്കെ. ഇനി നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മൾ എന്ത് കാര്യം ഒന്ന് ചൂടാക്കി ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. നമ്മുടെ സ്കിന്നിലേക്ക് പെട്ടെന്ന് അബ്സോർബ് ആവാൻ ഇത് അടിപൊളിയായിരിക്കും. ഇങ്ങനെ ചൂടാക്കി അപ്ലൈ ചെയ്താൽ. അപ്പോൾ ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണതാണ്. കുറച്ച് കട്ടിയിൽ തന്നെ ഇട്ട് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് വലിഞ്ഞു പോകും, മുട്ട ആയതുകൊണ്ടേ പെട്ടെന്ന് വലിഞ്ഞു പോകും. അതുകൊണ്ട് കുറച്ച് കട്ടിയിൽ ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് അധികം നേരവും വെച്ചേക്കരുത്, കൂടി വന്ന ഒരു 20 മിനിറ്റ് നേരം വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് കഴുകി കളയാം കേട്ടോ. അപ്പം തന്നെ നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കിഡിലൻ റിസൾട്ട് ആയിരിക്കും കിട്ടുക. അപ്പോൾ ഫേസിൽ മൊത്തം അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് 20 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതേപോലെ ഒരു സെമി ഡ്രൈ ആയി വരും. ഈ ടൈമിൽ നമുക്ക് കഴുകി കളയാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് കേട്ടോ. അത് എൻ്റെ കൈയുടെ ഒക്കെ വ്യത്യാസം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രമാത്രം നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന്. സ്കിന്നൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ബേബി സോഫ്റ്റ് ആയിട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് കേട്ടോ. ഇതാണ് നമ്മൾ ഇട്ട കൈ കേട്ടോ. നല്ല വ്യത്യാസം കേട്ടോ. ഈ കൈ നോക്കി ഒന്നും ചെയ്തില്ല, നല്ലോണം ഡാമേജ് ചെയ്തിരിക്കുന്നത് കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് യൂസിൽ തന്നെ നല്ല റിസൾട്ട് കേട്ടോ.